Once again, welcome back, Baby Vita Digital Scholar in support with Balarwadi. നമുക്ക് തുടരാം. ഞാനൊരു മാത്തമാറ്റിക് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ മാത്തമാറ്റിക്കിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ 4 പേരുടെയും കയ്യിൽ ഒരു സ്ലിപ്പ് തരികയാണ്. ഓക്കെ, മോളുടെ കയ്യിൽ വെച്ചോളൂ. ഓക്കെ, ആ സ്ലിപ്പിനകത്തൊരു 5 ഡിജിറ്റ് നമ്പർ ഉണ്ട്. നിങ്ങളുടെ മെമ്മറി എത്രമാത്രം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള നമ്പർ നിങ്ങളുടെ മനസ്സിൽ ഓർത്ത് വയ്ക്കുക. എല്ലാവരും ഓക്കെ, ഓർത്ത് വയ്ക്കുക. ഓൾറൈറ്റ്, ഇനി നമ്മൾ മാജിക്കിലേക്ക് കിടക്കുന്നു. ഇനി നമ്മൾ ചെയ്യുന്നത് 6 ഡിജിറ്റുള്ളൊരു നമ്പർ നമ്മളിവിടെ എഴുതാൻ പോവുകയാണ്. 6 ഡിജിറ്റുള്ളൊരു നമ്പർ, ഇതാണ് നമ്മുടെ ചോദ്യത്തിൽ. ഈ സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ ഉത്തരം. പക്ഷേ ആ ഉത്തരം ഞാനല്ല എഴുതുന്നത്, നിങ്ങളാണ് തീരുമാനിക്കുന്നത്. കാരണം ജെമിനിയുടെ കയ്യിലുള്ളത് ഏതാണ് നമ്പർ എന്നുള്ളത് ലിയോയ്ക്ക് അറിയില്ല, ലിയോയുടെ കയ്യിലുള്ളത് കനോപ്പസിന് അറിയില്ല, കനോപ്പസിൻ്റെ കയ്യിലുള്ളത് ലൈറയ്ക്ക് അറിയില്ല. അപ്പോൾ നമ്പറുകൾ വ്യത്യസ്തമാണ്, പക്ഷേ ഉത്തരം പറയുന്നത് നിങ്ങളാണ്. അതായത് 6 ഡിജിറ്റുള്ളൊരു സംഖ്യ നമ്മളിവിടെ എഴുതാൻ പോകുന്നു. സോ 1 ഇതുപോലെ ഒരു സംഖ്യ പറയാം, മോൾക്കൊരു നമ്പർ പറയാം. ഇനി നമ്പർ 1-നും 9-നും ഇടയ്ക്കുള്ളൊരു നമ്പർ 5. ആൻഡ് യു ക്യാൻ സേ 1 നമ്പർ. എനി നമ്പർ 8. All right, and you can say 1 number. 6. You can say 1 number. 4. 1 2 3 4 5. ഒരു നമ്പർ കൂടി വേണം. ആര് പറയുന്നു? ഇതുവരെ പറയാത്ത ഒരാൾ. യാ, 2. All right, 2. ഇത് നമ്മൾ ആൻസറാണ്. നിങ്ങൾ പറഞ്ഞ റാൻഡം സെലക്ഷനാണ്. എങ്ങനെയാണ് ഈ ഉത്തരം കിട്ടുക എന്നുള്ള യാതൊരു പിടിയില്ല. ഓക്കെ, ഇനി ഞാൻ നിങ്ങളുടെ കയ്യിലുള്ള നമ്പറുകൾ തിരിച്ചു വാങ്ങിക്കുകയാണ്. പക്ഷേ നമ്പർ ഓർമ്മയുണ്ടാവണം, മനസ്സിൽ ഓർമ്മയുണ്ടാവണം. സോ ഗിവ് മി ദാറ്റ്. ഓൾ റൈറ്റ്, ഞാൻ ഓരോ നമ്പറുകളായിട്ട് ഇവിടെ എഴുതുന്നു. The final one is 3 1 2 5 0. നിങ്ങളുടെ 4 ഗ്രൂപ്പിൻ്റെ നമ്പറിൽ വന്നിട്ടുണ്ടല്ലോ 4 വന്നിട്ടുണ്ടല്ലോ അല്ലേ? ഇനി നമുക്ക് ആഡ് ചെയ്യാം. നിങ്ങൾ പറഞ്ഞ ആൻസറാണ്. 1 + 1 = 2. 4 + 3 7 9 14. 8 8 5 13 14 16. 1 2 3 3 7 10 10 7 17 17 1 18 1 5 6 6 4 10 10 2 12 12 3 15. പെർഫെക്റ്റ് ആൻസർ. നിങ്ങളാണ് ഉത്തരം പറഞ്ഞത്. എങ്ങനെയാണ് എന്നറിയില്ല, സംഭവിച്ചു പോയി അല്ലേ? ഇതാണ് മാത്തമാറ്റിക്. ഒന്നിരുന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നേ ഉള്ളൂ അല്ലേ? പക്ഷേ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഒരു കൂട്ടൽ, അതായത് ഒരു കണക്ക്, അതായത് നിങ്ങളുടെ കഴിഞ്ഞ സെഗ്മെൻറ്റിൻ്റെ മാത്തമാറ്റിക്കിൻ്റെ മാർക്കുകൾ. മാർക്ക് ഇതാണ്. ലിയോ, യുവർ മാർക്സ് 20 മാർക്സ്. ജെമിനി, യു ഗോട്ട് 30 മാർക്സ്. കനോപ്പസ്, യു ഗോട്ട് 40 മാർക്സ്. ലൈറ, യു ഗോട്ട് 10 മാർക്സ്. എനിവേ, വീണ്ടും ഒരു സെഗ്മെന്റ് കൂടിയുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് എ ലിറ്റിൽ ബ്രേക്ക്. Once again, welcome back, Baby Vita Digital Scholar in support with Balarwadi. നമുക്ക് തുടരാം. ഗംഭീരമായ മാജിക് ഒക്കെ കണ്ടു നിങ്ങൾ അല്ലേ? നമ്മൾ പ്രേക്ഷകരോട് ഒരു കാര്യം പറഞ്ഞിരുന്നു, അത് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഒരു ഷീറ്റ് പേപ്പർ, ഇതുപോലെയുള്ള ന്യൂസ് പേപ്പർ എടുത്ത് കയ്യിൽ സൂക്ഷിക്കുക. ഈ എപ്പിസോഡിൻ്റെ ഏറ്റവും അവസാനം ഞാനും നിങ്ങളും എൻ്റെ കുഞ്ഞുങ്ങളും ചേർന്ന് ഒരുമിച്ച് നമ്മളൊരു ഇന്ദ്രജാലം കാണിക്കും. അതുകൊണ്ട് ഒരു പേപ്പർ എടുത്ത് വെക്കാൻ മറക്കരുത്. നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം. അടുത്ത സെഗ്മെൻറ്റ് തപാൽ. തപാൽ എന്ന് പറയുന്ന ഈ സെഗ്മെൻറ്റിൽ വിവിധ രാജ്യങ്ങളിലെ തപാൽ മുദ്രകളുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാമ്പുകളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഉണ്ടാവുക. വീഡിയോ വാളിൽ സ്റ്റാമ്പിൻ്റെ ചിത്രം കാണിക്കും. നിങ്ങൾ ഓർക്കേണ്ടത്, നമ്മുടെ ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ഒരു സ്റ്റാമ്പ് കാണിക്കുന്ന സമയത്ത് അതിലത്ത് ഭാരത് എന്ന് അച്ചടിച്ചിട്ടുണ്ട് അല്ലേ? അത് നമ്മുടെ രാജ്യത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഭാരതം എന്ന് പറയുന്നത്. ലോകത്ത് പുറത്തറിയപ്പെടുന്നത് ഇന്ത്യ എന്നാണ്. ഇതുപോലെ ഒരു സ്റ്റാമ്പ് നിങ്ങളെ കാണിക്കുന്ന സമയത്ത് ആ സ്റ്റാമ്പിൽ അച്ചടിച്ചിട്ടുള്ള ചെറിയ പേരുണ്ടാവും, പക്ഷേ അത് ആ രാജ്യം വിളിക്കുന്ന പേരായിരിക്കും. നിങ്ങൾ തിരിച്ചറിയേണ്ടത് ഏത് രാജ്യത്തിൻ്റെ സ്റ്റാമ്പാണ്,
ഏത് രാജ്യത്തിൻ്റെ മുദ്രയാണ് അത് എന്നുള്ളതാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. സോ റെഡിയാണല്ലോ? സോ ലിയോയ്ക്കുള്ളതാണ് ആദ്യത്തെ ചോദ്യം. സ്റ്റാമ്പ് കണ്ടല്ലോ ലിയോ അല്ലേ? പോൾസ്ക എന്ന പേരിൽ സ്റ്റാമ്പ് ഇറക്കിയിട്ടുള്ള രാജ്യം ഏതാണ്? ഏത് രാജ്യത്തിൻ്റെ സ്റ്റാമ്പാണ് ഇത്? പോളണ്ട്. പെർഫെക്റ്റ് ആൻസർ ആണ്. കൺഗ്രാജുലേഷൻസ്, വെരി ഗുഡ്. ഇനി ജെമിനിയോടുള്ളതാണ് ചോദ്യം. ജെമിനിക്ക് കാണാൻ സാധിക്കുന്നു. അടുത്ത സ്റ്റാമ്പ് സ്ക്രീനിൽ തെളിയുന്നു. അതിലെഴുതി കാണാൻ സാധിക്കുന്നുണ്ട് ഹെൽവേഷ്യ അല്ലേ? ഹെൽവേഷ്യ എന്ന പേരിലാണ് ഈ സ്റ്റാമ്പ് ഇറക്കിയിരിക്കുന്നത്. ഈ നാട്ടുകാർ ആ രാജ്യത്ത് വിളിക്കുന്നതും ഹെൽവേഷ്യ എന്നാണ്. ഏത് രാജ്യത്തിൻ്റെ സ്റ്റാമ്പാണ് ഇത്? ഗ്രീസ്. ഐ ആം സോറി, ഇറ്റ്സ് എ റോങ് ആൻസർ. അത് സ്വിറ്റ്സർലാൻഡിൻ്റെ സ്റ്റാമ്പാണ്. ഹെൽവേഷ്യ എന്ന് സ്വിറ്റ്സർലാൻഡിലെ നാട്ടുകാർ സ്വിറ്റ്സർലാൻഡിനെ വിളിക്കുന്ന പേരാണ് ഹെൽവേഷ്യ എന്നുള്ളത്. സ്വിറ്റ്സർലാൻഡിൻ്റെ സ്റ്റാമ്പാണ് അത്. സാരമില്ല. ഓൾറൈറ്റ്. സോ കനോപ്പസ്, നിങ്ങൾക്കുള്ളതാണ് അടുത്ത ചോദ്യം. സ്റ്റാമ്പിൽ കാണുവാൻ സാധിക്കുന്നത് നിപ്പോൺ എന്നെഴുതിയിട്ടുള്ളത് കാണാൻ സാധിക്കുന്നുണ്ട്. നിപ്പോൺ എന്നത് ഏത് രാജ്യത്തിൻ്റെ സ്റ്റാമ്പിൽ കാണുന്ന ഔദ്യോഗിക നാമമാണ്? നേപ്പാൾ. വൺസ് അഗെയിൻ ഇറ്റ്സ് എ റോങ് ആൻസർ. ജപ്പാൻ്റെ സ്റ്റാമ്പാണത്. നിപ്പോൺ എന്ന് പറയുന്നത് ജപ്പാനെ വിളിക്കുന്ന, ജപ്പാനിലെ ആളുകൾ വിളിക്കുന്ന പേരാണ് നിപ്പോൺ എന്ന് പറയുന്നത്. ഡോണ്ട് വറി, സാരമില്ല. ഓൾറൈറ്റ് ലൈറ, യുവർ ചാൻസ്. അതിലുള്ള ആളുടെ ചിത്രം ആരുടേതാണെന്ന് അറിയാമല്ലോ. ആരാണ്? ഗാന്ധിജിയാണ്. എഴുതിയിരിക്കുന്നത് മാഗ്യാർ പോസ്റ്റ എന്നാണ്. മാഗ്യാർ പോസ്റ്റ എന്നാണ് എഴുതിയിരിക്കുന്നത്. MAGYARPOSTA പോസ്റ്റ, മാഗ്യാർ പോസ്റ്റ. ഈ സ്റ്റാമ്പ് ഏത് രാജ്യത്തിൻ്റെ സ്റ്റാമ്പാണ്? ബംഗ്ലാദേശ്. ഇന്ത്യയോട് ഏകദേശം അടുത്ത് കിടക്കുന്ന രാജ്യം എന്നുള്ള രീതിയിലാണ് അത് പറഞ്ഞത് അല്ലേ? പക്ഷേ തെറ്റാണ്. ഹംഗറിയാണ് ആൻസർ. മാഗ്യാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹംഗേറിയൻ എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഹംഗറിയുടെ സ്റ്റാമ്പാണ് അത്. അപ്പോൾ തപാൽ മുദ്രയുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ചോദ്യങ്ങൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ മാർക്ക് അനൗൺസ് ചെയ്യേണ്ടതുണ്ട്. ഇന്നത്തെ മാർക്ക് ലിയോയ്ക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് 30 മാർക്ക്. കൺഗ്രാജുലേഷൻസ്. ആൻഡ് ജെമിനി, യു ഗോട്ട് 30 മാർക്സ്. കൺഗ്രാജുലേഷൻസ്. കനോപ്പസ്, യു ഗോട്ട് 40 മാർക്സ്. കൺഗ്രാജുലേഷൻസ്. ആൻഡ് ലൈറ, യു ഗോട്ട് 10 മാർക്സ്. ഓക്കെ, ന്യൂസ് പേപ്പറിൻ്റെ മാജിക് നമ്മുടെ പ്രേക്ഷകരോട് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും റെഡിയാണല്ലോ? ഡു ആസ് ഐ ഡു അല്ലേ? അപ്പോൾ പേപ്പർ കയ്യിലെടുത്തോളൂ. പേപ്പർ നിവർത്താം. പ്രേക്ഷകരും ഇതുപോലെ തന്നെ പേപ്പർ എടുത്തോളൂ. നിങ്ങളുടെ കയ്യിലുള്ള പേപ്പർ നിവർത്താം നമുക്ക്. ഓൾറൈറ്റ്. ഇനി ചെയ്യേണ്ടത് പേപ്പറിൻ്റെ നടുവിലായിട്ട് മടക്കാം. എല്ലാവരും മടക്കി കഴിഞ്ഞ ശേഷം ഇതിൻ്റെ നടുവിലായിട്ട് വീണ്ടും ഒന്നുകൂടി മടക്കാം. ഇനി ചെയ്യേണ്ടത് ഇവിടെ ഈ കോർണർ, ഇവിടെ തുറന്ന ഭാഗമാണ്, ഇവിടെ തുറക്കാത്ത ഭാഗമാണ്. ആ തുറക്കാത്ത ഭാഗത്ത് ഒരു കോർണറായിട്ട് ഒരു ഇത്രയും പോർഷൻ നിങ്ങൾ മടക്കി വെക്കണം. പ്രേക്ഷകരും ഇതുപോലെ ചെയ്യുന്നുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് ഗ്രൂപ്പായിട്ട് മാജിക് ചെയ്യാം. നന്നായിട്ട് പ്രസ് ചെയ്ത് വയ്ക്കാം. ഇനി ചെയ്യേണ്ടത് ആ പോർഷൻ മാത്രം ഇങ്ങോട്ട് കീറിയെടുക്കാം. മാജിക് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് കീറാം. യെസ്, എനിക്ക് മാജിക് കാണിക്കാൻ ഇങ്ങനെ റെഡിയാവുകയാണ്. പ്രേക്ഷകരെല്ലാം ഇതുപോലെ തന്നെ പീസ് കയ്യിലുണ്ടാവും. ഇപ്പോൾ തുറന്നു കഴിഞ്ഞാൽ ഒരു ഡയമണ്ട് ഷേപ്പിലുള്ളൊരു സാധനം നമ്മുടെ കയ്യിൽ കിട്ടും. ഒരു പേപ്പറിൻ്റെ പീസ് കിട്ടുമല്ലോ. മോളുടെ കയ്യിലുണ്ട്. മോളാകെ ട്രയാങ്കിളും സ്ക്വയറും സർക്കിളും ഒക്കെ ഒന്നായെന്ന് തോന്നുന്നു അല്ലേ? യു ഗോട്ട് 2 ഡയമണ്ട്സ് ആൻഡ് ഡയമണ്ട് വാട്ട് അബൌട്ട് യു? ആകെ പീസായി. ഓക്കെ, ഇനി കയ്യിൽ ഇതുള്ളവർ പ്രേക്ഷകരും ഇതുപോലെ തന്നെ ഇതിന് ധാരാളം ചെറിയ ചെറിയ പീസുകളായിട്ട് കീറാം. ധൈര്യസമേതം കൊച്ചു കൊച്ചു പീസുകളായിട്ട് കീറിക്കഴിഞ്ഞതിന് ശേഷം ഈ പേപ്പർ കയ്യിലെടുത്ത് ഈ പേപ്പറിൻ്റെ നടുവിലേക്ക് ഈ ചെറിയ ചെറിയ പീസുകൾ ഇതുപോലെ ഇൻസേർട്ട് ചെയ്യാം. നടുവിലേക്ക് ഇങ്ങനെ ഭദ്രമായിട്ട് വയ്ക്കുക. അതെ, ഇട്ട് വെച്ചല്ലോ. ഇനി പേപ്പർ ഇങ്ങനെ നിവർത്തി കാണിക്കാം. അപ്പോൾ ഒരു ചെറിയ പീസില്ലേ ഇവിടെ? യെസ്. ഇനി നമുക്ക് കൈ കൊണ്ട് ആക്ഷൻ കാണിക്കാം, മാജിക് കാണിക്കാം. നമുക്ക് എല്ലാവർക്കും ചേർന്ന് മാജിക് കാണിക്കാം. ആൻഡ് വാച്ച് ഹിയർ.
മാജിക്ക് ചെയ്ത പ്രേക്ഷകർക്ക് ചിലർക്കൊക്കെ ശരിയായിട്ടാണെന്ന് വിചാരിക്കുന്നു, ചിലർക്ക് തെറ്റിക്കാണും. പക്ഷേ ഒന്നും വിഷമിക്കേണ്ട, കാരണം മാജിക്ക് പഠിക്കുമ്പോൾ അങ്ങനെയാണ്, ആദ്യം തെറ്റും പിന്നീട് നമുക്ക് ശരിയാക്കിയെടുക്കാം. നിരവധി പ്രാക്ടീസ് ചെയ്യണം നമ്മൾ മാജിക്ക് പഠിക്കുന്ന സമയത്ത്. അതുകൊണ്ട് കൂടുതൽ മാജിക്കുമായിട്ട് വീണ്ടും ഞങ്ങൾ വരും. ആ സമയത്ത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാം, മനോഹരമായിട്ട് ഗംഭീരമായിട്ട് നിങ്ങൾക്കെല്ലാം മാജിക്ക് അവതരിപ്പിക്കാം. നാളെ വീണ്ടും കാണാം പുതിയ വിജ്ഞാന ശാഖകളുമായി, വിസ്മയങ്ങളുമായി. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. ഭൂവൽക്കത്തിൽ ഏറ്റവും അപൂർവമായി കാണുന്ന മൂലകം ഏതാണ്? നിങ്ങളുടെ ഉത്തരം 24 മണിക്കൂറിനകം SMS ആയോ ഇമെയിലായോ അയക്കാം. ഉത്തരത്തിനൊപ്പം നിങ്ങളുടെ പേരും ബന്ധപ്പെടേണ്ട നമ്പറും ചേർക്കുക. ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നവരെ ആകർഷകമായ സമ്മാനങ്ങൾ കാത്തിരിക്കുന്നു. SMS അയക്കേണ്ട നമ്പർ 8943347403. ഇമെയിൽ ID lsq@mediaonetv.in. Gift courtesy Prince Pattupavada, Market Road, Ernakulam. Reha Wedding Center, Logans Road, Talasheri. R1 Casual Shirts and Candyman Bags.